മലപ്പുറം ജില്ലയിലെ ആദവനാട് കാട്ടിലങ്ങാടിയിൽ ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ഏരിയപ്പറമ്പിൽ ഹംസയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നു. 30 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന ഹംസയ്ക്ക് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. മലപ്പുറം ജില്ലയിലെ ആദവനാട് കാട്ടിലങ്ങാടിയിൽ 30 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന ഏരിയൽ പറമ്പിൽ ഹംസ 2 കിഡ്നികളും നഷ്ടപ്പെട്ട് ചികിത്സ നടത്താൻ പോലും പണമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഞങ്ങൾക്ക് 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ട് ചികിത്സ ചെലവില്ലാതെ ഞങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് ആ പൈസ കൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ചികിത്സ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡയാലിസിസ് പ്രയാണം ചെയ്ത് അത് ചെയ്യാനും പോവാനും മരുന്നിനും പൈസ ഇല്ലാത്ത ഗതിയിലാണ്. നാട്ടുകാരെല്ലാവരും സഹായം കൊണ്ടാണ് ഇനിയുള്ള ജീവിതം, എൻ്റെ ഉപ്പാനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം. അതിന് നിങ്ങളെല്ലാവരും സഹായം ഞങ്ങൾക്ക് ആവശ്യം. എല്ലാവരും അറിയണ്ടപ്പ എന്നാ ഹംസയുടെ 4 മക്കളിൽ ഒരാൾ ഭിന്നശേഷിക്കാരനാണ്. സ്വന്തമായി ഒരു തുണ്ടു ഭൂമിയോ വീടോ ഇദ്ദേഹത്തിനില്ല. കാട്ടിലങ്ങാടിയിലെ ഒരു സഹോദരൻ 3 സെന്റ് ഭൂമി നൽകിയിരുന്നെങ്കിലും വീട് വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ അതും സാധ്യമായില്ല. ഹംസയുടെ ഭാര്യ കഠിനമായ ഹൃദ്രോഗം പിടിപെട്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരനായ മകന്റെയും രോഗിയായ ഭാര്യയുടെയും ഹംസയുടെയും ചികിത്സ ഇതുവരെ മുന്നോട്ടു പോയത് മീഡിയ ടൈംസ് നൽകിയ വാർത്തയിലൂടെ, നാട്ടുകാർ നൽകിയ സഹായത്തിലൂടെ മാത്രമായിരുന്നു. എന്നാൽ ഹംസ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോ കാട്ടിലങ്ങാടിയിൽ വർഷങ്ങളായിട്ട് ഹോട്ടൽ നടത്തിയിരുന്ന ഹംസ എന്ന് പറയുന്ന സഹോദരന്റെ അടുത്താണുള്ളത്. 2 കിഡ്നികളും നഷ്ടപ്പെട്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താൻ യാതൊരുവിധ വഴിയുമില്ല. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കളെ കൊണ്ട് ഇതൊന്നും സാധ്യമാകാത്ത രീതിയിലാണ് ചികിത്സാ ചെലവ് ഭാരിച്ച ഒരു ചെലവായി മാറിയിരിക്കുന്നത്. മറ്റ് സ്വന്തമായി വീടോ അതല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. സ്വന്തമായി ഒരു വീടില്ലാത്ത ഒരു കുടുംബം 10-30 വർഷമായിട്ട് അദ്ദേഹവും കുടുംബവും വാടക വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാരമതികളായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ ഈ പ്രയാസത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അകമഴിഞ്ഞ എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് 2 കിഡ്നികളും നഷ്ടപ്പെട്ട് ജീവിതം ദുരിതപൂർണമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നന്മയുള്ള സുമനസ്സുകളായ എല്ലാ ആളുകളും വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തെ സഹായിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചികിത്സയ്ക്ക് വലിയ ചിലവ് വരുന്നതിനാൽ ചികിത്സ വഴിമുട്ടി നിൽക്കുകയാണ്. ഈ വാർത്ത കാണുന്ന ഓരോരുത്തരും ഹംസയെയും കുടുംബത്തെയും സഹായിക്കാൻ തയ്യാറായാൽ പ്രയാസകരമായ ജീവിതം നയിക്കുന്ന ഹംസയ്ക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.